ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMRൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൽ റിസർച്ച് അഥവാ NICHDRൻ്റെ ഒരു ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ യങ് പ്രൊഫഷണൽ പോസ്റ്റിലോട്ട് അവർ കറൻ്റ്ലി ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺഗോയിങ് ആണ്. 24th April 2025 പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്പർ 109 അഥവാ NICHDR ടെമ്പററി 109 നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ യു വാച്ചിങ് സൈഹ ഇൻഫോ. ഫോർ ഫർദർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് ഒന്ന് ചെന്ന് നോക്കാം. സോ യങ് പ്രൊഫഷണൽ എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് കറൻ്റ്ലി വിളിച്ചിട്ടുള്ളത്. ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. സോ ICMRൻ്റെ അണ്ടറിലുള്ള ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിൽ ഒന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൽ റിസർച്ച് അഥവാ ചൈൽഡ് ഹെൽത്തുമായിട്ടും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ അവരുടെ ഒരു ക്യാമ്പസ് ഉണ്ട് ഡൽഹിയിൽ സഫ്ദർജംഗില ഹോസ്പിറ്റൽ ക്യാമ്പസിലോട്ടാണ് നിലവിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സോ റിക്രൂട്ട്മെൻറ്റിൽ ഫസ്റ്റ് യങ് പ്രൊഫഷണൽ 1 എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് ഉള്ള നമ്പർ ഓഫ് പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. സോ യങ് പ്രൊഫഷണൽ 1 എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പോസ്റ്റ് 1 ആണ്. ഒറ്റ പോസ്റ്റാണ് യങ് പ്രൊഫഷണൽ 1 എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഏജ് ലിമിറ്റ് ആൻഡ് ക്വാളിഫിക്കേഷനിൽ പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് 55% മാർക്ക്. ഏത് ഡിസിപ്ലിനിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഏത് ഡിസിപ്ലിനിൽ ഡിഗ്രി ചെയ്തവരായിക്കട്ടെ 55% മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഓക്കെ, സോ ഈ ഒരു പോസ്റ്റിന് ഏതൊരു ഡിഗ്രി ഉള്ള ആൾക്കും അപ്ലൈ ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും സാലറി 30,000 ആണ്. 30,000 രൂപ സാലറി വരുന്ന ഒരു പോസ്റ്റാണ് യങ് പ്രൊഫഷണൽ 1 എന്ന് പറയുന്നത്. സോ ഈ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് റോളായിരിക്കും. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് കെയർ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഈ പറയപ്പെട്ട ക്യാമ്പസിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ റോളായിരിക്കും യങ് പ്രൊഫഷണൽ 1 എന്ന് പറയുന്ന റോളിന് ഉണ്ടാവുക. ദെൻ യങ് പ്രൊഫഷണൽ 2 എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ ടോട്ടൽ 3 വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലോട്ട് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത്, പീഡിയാട്രിക്സ്, ബയോടെക്നോളജി, ഫാർമസി, സ്റ്റാറ്റിസ്റ്റിക്സ്, സോഷ്യോളജി, MPH ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഇൻ റിലവൻറ്റ് സബ്ജക്റ്റാണ്. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലോട്ട് വേണ്ടിയിട്ട് നമുക്ക് ക്വാളിഫിക്കേഷനായിട്ട് ഇവർ ചോദിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 ഇയേഴ്സാണ്, 40 വയസ്സാണ്. ആൻഡ് സാലറി എന്ന് പറയുന്നത് 42,000 രൂപയാണ്, 42,000 റുപ്പീസ്. നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 3 വേക്കൻസിയാണ് ഈ പോസ്റ്റിലോട്ട് ഉള്ളത്. ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. യങ് പ്രൊഫഷണൽ 2 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് റിസർച്ച് കോർഡിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എവിഡൻസ് സിന്തസിസ് ഉണ്ട്, ഡാറ്റ അനാലിസിസ് ഉണ്ട്, സിസ്റ്റമാറ്റിക് റിവ്യൂ മീറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ സെറ്റ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി ഇത് ലൈഫ് സയൻസ് ഏരിയയിലോട്ടും അതുപോലെ തന്നെ ഒരു വെറ്റ് ലാബ് കണ്ടീഷനിലോട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിലൂടെ അവർക്ക് ഫ്ലറിഷ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എടുക്കാനുമുള്ള ഒരു ചാൻസ് ഉണ്ടാവും എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ 2 പോസ്റ്റിൻ്റെയും കൂടെ ഒരു മെയിൽ ID ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ advancedmolecular@gmail.com എന്ന് പറയുന്ന ഈ ഒരു മെയിൽ ID ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഹൈപ്പർ ലിങ്ക് ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഓൺലൈനിലാണ്. സോ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റായിട്ട് ഈ 2 പോസ്റ്റിലോട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് അത് ഈ ഒരു മെയിലിലോട്ട് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. സോ ഈ മെയിൽ ID ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, advancedmolecular@gmail.com. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5th May ആണ്. May 5th ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവർ ആപ്ലിക്കേഷന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതാണ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അതിന് എലിജിബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ ഇൻ്റർവ്യൂവിന് മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺടാക്റ്റ് കിട്ടുകയാണ് മെയിൽ ത്രൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് 7th May ആയിരിക്കും. May 7th 2025
ഇൻ്റർവ്യൂ നടക്കുന്നത്. ആൻഡ് ഇൻ്റർവ്യൂ വിൽ ബി ഹെൽഡ് ഓൺ ഡൽഹി. ഒരു ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും, ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കില്ല എന്നുള്ളതോടെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റുകളുടെ പീരിയഡ് ഓഫ് എൻഗേജ്മെൻറ്റ് പറയുന്നുണ്ട്. ഇത് നോർമലി ടെമ്പററി പോസ്റ്റിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് അവരൊരു 1 ഇയർ കോൺട്രാക്ട് ബേസ്ഡ് എൻഗേജ്മെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നുള്ളതും പറയുന്നുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർഫോമൻസ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ദി പ്രോജക്ട്സ്. അതുപോലെ തന്നെ DA അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതുകൂടി അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ നിങ്ങൾ ജോയിൻ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കലണ്ടർ ഇയറിൽ ടോട്ടൽ 8 ഡേയ്സ് ലീവ് ആയിരിക്കും അനുവദിക്കുക എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പ്രിൻറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ മെയിലിലോട്ട് സെൻഡ് ചെയ്യുന്നു. അവർ സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൽ ത്രൂ കോൺടാക്റ്റ് ചെയ്യും. ആ മെയിൽ ത്രൂ കോൺടാക്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും. പ്യൂർലി ബേസ്ഡ് ഓൺ ഇൻ്റർവ്യൂ ആൻഡ് ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും. സോ അത് നിങ്ങൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ we will be providing the link for this particular notification in the description box, so you can access that from there. Also website link also will be there. സോ വെബ്സൈറ്റിൻ്റെയും ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ആസ് യൂഷ്വൽ ഉണ്ടാകുന്ന നോർമൽ സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഡിസ്കസ് ചെയ്തിട്ട് ടൈം അതിന് കളയാത്തത്. സോ യങ് പ്രൊഫഷണൽ 2 അഥവാ സയൻറ്റിഫിക് പൊസിഷൻ, യങ് പ്രൊഫഷണൽ 2 എന്ന് പറയുന്ന പൊസിഷനിലോട്ടുള്ള അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, റിസർച്ച് ആൻഡ് പ്രോജക്റ്റ് വർക്ക് ചോദിക്കുന്നുണ്ട്. ദെൻ പബ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്. ദെൻ പിയർ റിവ്യൂഡ് ജേണൽസ്, കോൺഫറൻസ് പ്രൊസീഡിങ്സ്, ദെൻ ബുക്ക് ചാപ്റ്റേഴ്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പബ്ലിക്കേഷൻസോ ബുക്ക് ചാപ്റ്റേഴ്സോ കോൺഫറൻസോ എല്ലാം അറ്റൻഡ് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. ദെൻ ടെക്നിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ സ്കിൽസ്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, മെമ്പർഷിപ്സ് ഇൻ പ്രൊഫഷണൽ ബോഡീസ്, ദെൻ റെഫറൻസ്, നിങ്ങളുടെ റെഫറൻസ് ആയിട്ട് ആരെങ്കിലും നിങ്ങളുടെ പ്രൊഫസേഴ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്. ദെൻ ഡിക്ലറേഷൻ. സോ നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സോ ഈ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ദെൻ നമ്മൾ പറഞ്ഞ മെയിലിലോട്ട് സെൻഡ് ചെയ്യുക. ദെൻ ഫോർമാറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ യങ് പ്രൊഫഷണൽ 1 എന്ന് പറയുന്ന പോസ്റ്റിൽ, അതായത് അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റിലോട്ട്, അതിൽ ഇതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. ദെൻ ജോബ് ഹെൽഡ് എക്സ്പീരിയൻസ്, റെഫറൻസ് ഉണ്ടെങ്കിൽ അത്, ദെൻ ഡിക്ലറേഷൻ. സോ ഇത്രയാണ് നമ്മൾ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് റിസർച്ചിൻ്റെ യങ് പ്രൊഫഷണൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം യങ് പ്രൊഫഷണൽ 1 എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 30K സാലറി ഉണ്ട്. യങ് പ്രൊഫഷണൽ 2 ലൈഫ് സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വിത്ത് ലാബ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 42,000 സാലറി ഉണ്ട്. ഫസ്റ്റ് 1 ഇയർ കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 3 ഇയർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും എന്നുള്ളതും അവർ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആവുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.